ഇംഗ്ലീഷ് ഫ്ലുവൻറ്റും നാച്ചുറലുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇത് പഠിച്ചു വെച്ചോ. ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണക്റ്റഡ് സ്പീച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വാക്കുകൾ പരത്തി പറയാതെ ചേർത്തി പറയാന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, TPR പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കൈ ഫ്രീ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കണം. റെഡി? ഫോർ എക്സാമ്പിൾ, വി നെവർ സേ ഐ വിൽ കം ടുമോറോ. ഐ വിൽ കം ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വരും എന്നാണ് അർത്ഥം. ബട്ട് നാച്ചുറലി നമ്മൾ പറയാറ് ഐൽ കം എന്നാണ്. ഓൾറൈറ്റ്, കം ഓൺ. ഐൽ. അപ്പം ഐ വിൽ എന്നുള്ള ഇങ്ങനെ പറയാം. ഐൽ, യൂൽ, ദെയിൽ, വീൽ. നമ്മൾ വീൽ പോലെ തന്നെ വീൽ, ഹീൽ, ഷീൽ, ഇറ്റിൽ, that'll, and Nishadil. Nishadil do it. Nishad will do it. We can say Nishadil do it. Alright, once again. I'll, you'll, they'll, we'll, he'll, she'll, it'll, that'll, everybody'll, Nishadil. ഇനി ഇത് ക്വസ്റ്റനാക്കി വരുമ്പോഴൊക്കെ വാട്ട് വിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. വാട്ട് വിൽ യു ഡു ടുമോറോ എന്നോ. വാട്ട് വിൽ എന്ന് പറയുമ്പോൾ സമയം കൂടുതലെടുക്കും, സ്ട്രെയിനുമാണത്. സോ വാട്ടിൽ, കമോൺ. വാട്ടിൽ, വെയറിൽ, വെനിൽ, ഹൗൽ, ഹൂൽ. ഗോട്ട് ഇറ്റ്? സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബ്യൂട്ടിഫുൾ ആവും, നാച്ചുറൽ ആകും. എനിവേ, താങ്ക് യു വെരി മച്ച്. വാച്ച് ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വൺ. ബൈ.